പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. എല്ലാവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ധ്യാന കേന്ദ്രം ക്രമീകരിക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 50 ദിവസക്കാലം പ്രാർത്ഥനയിലൂടെ, നോമാനുഷ്ഠാനത്തിലൂടെ, വ്രതാനുഷ്ഠാനത്തിലൂടെ എല്ലാം നാം യാത്ര ചെയ്ത് ഈ പുനരുദ്ധാന പെരുന്നാൾ എന്ന് പറയുന്നതായ അശ്രേഷ്ഠമായ പെരുന്നാളിനെ ലക്ഷ്യമാക്കി നമ്മളെല്ലാം ഒരു തീർത്ഥാടനത്തിലൂടെയാണ് മുമ്പോട്ട് കടന്നു വന്നത്. ആ ദിവസങ്ങളിലൂടെ കടന്നു വരുമ്പോൾ അനേകം മക്കളെ സൗഖ്യമാക്കുന്നതായ ഏവെങ്കിലും ഭാഗങ്ങളും, നമ്മുടെ കർത്താവായ യേശു തമ്പുരാനെ ഊശാന പാടുന്നതായ ഏവെങ്കിലും ഭാഗങ്ങളും ഇങ്ങനെ മുമ്പോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സങ്കടകരമായ, ദുഃഖകരമായ ഒരു വലിയൊരു അനുഭവത്തിലൂടെയാണ് ഈ പീഡാസഹനത്തിലൂടെ നാം കടന്നു പോകുന്നത്. ഈ വലിയ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ കാൽവരിയിലേക്ക് യാഗമായി കടന്നു പോകുന്നതായ രംഗമെല്ലാം നമ്മൾ പിതാക്കന്മാർ എഴുതി വെച്ച പ്രാർത്ഥനകളിലൂടെ, ഗീതങ്ങളിലൂടെ, പ്രമേയസദ്രാകളിലൂടെ എല്ലാം കേട്ടു വായിച്ച് ധ്യാനിച്ചു വന്നവരാണ് ഞാനും നിങ്ങളും. യേശു തമ്പുരാനെ കൂടെ ഹൃദയത്തോട് ചങ്കോട് ചേർന്ന് നിന്നവരെല്ലാം അവനെ ഉപേക്ഷിച്ചു പോയപ്പോഴും യാതൊരു പരാതികൾ പറയാതെ അതെല്ലാം ഏറ്റുവാങ്ങി അവൻ അവന്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഞായറാഴ്ച ദിവസം ചിതറിയോടിയവരെല്ലാം അവന്റെ അടുക്കിലേക്ക് ചേർന്ന് വരുന്നതായ ശ്രേഷ്ഠമായ ഒരു പെരുന്നാൾ ദിവസമാണ് നമ്മുടെ കർത്താവായ യേശു തമ്പുരാന്റെ പുനരുദ്ധാന പെരുന്നാൾ. ആദ്യമായിട്ട് എല്ലാവർക്കും ഈ ഉദ്ധാന പെരുന്നാളിന്റെ എല്ലാവിധമായ ആശംസകളും മംഗളങ്ങളും ഈ സമയത്ത് നേരുകയാണ്. സ്നേഹമുള്ളവരെ, അല്പസമയം വിശുദ്ധ ഏവെങ്കിലും ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാൻ വേണ്ടി പോകുന്ന വിഷയം നമുക്കറിയാം. ഈ ഉദ്ധാന പെരുന്നാൾ ദിവസത്തിൽ സന്ധ്യ നമസ്കാരത്തിലൂടെ, പ്രഭാത നമസ്കാരത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ എല്ലാം അനേകം ഏവെങ്കിലും ഭാഗങ്ങൾ നാം വായിക്കുന്നുണ്ട്. എന്നാൽ അല്പസമയം ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉദ്ധാന പെരുന്നാളിന്റെ ശ്രീഭാഘോഷത്തിന്റെ ആ സമയത്ത് നാം വായിക്കുന്നതായ വിശുദ്ധ ഏവെങ്കിലും ഭാഗം ഇങ്ങനെയാണ്: തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പ്രകാരം തന്നെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. പരസ്പരം സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകുന്നുവെന്ന് എല്ലാവരും അറിയും. ഞാൻ നിങ്ങൾക്കായി സമാധാനത്തെ വിട്ടിരിക്കുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം തരുന്നത് പോലെയല്ല. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനുമായി ഞാൻ ഇവ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വായിച്ചു കേട്ടതായ വിശുദ്ധ ഏവെങ്കിലും ഭാഗത്തിൽ നിന്ന് 2 കാര്യങ്ങൾ മാത്രം ഒന്ന് അടർത്തിയെടുത്ത് നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഏവെങ്കിലും ഭാഗത്തിലൂടെ ചിന്തിക്കുമ്പോൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 14-ാം തിരുവചന ഭാഗം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു തമ്പുരാൻ ഉയർത്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ സുവിശേഷങ്ങളെല്ലാം വ്യർത്ഥമായേനെ എന്നുള്ളതായ ആ പ്രതിവാക്യമാണ് ഈ ഉദ്ധാന പെരുന്നാൾ ദിവസം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടത്. നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ ഇത് തന്നെയാണ്. കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ഈ ഉദ്ധാന പെരുന്നാളിലൂടെ ഈ യാഗത്തെ മഹത്വീകരിക്കുന്ന ഒരു യേശു തമ്പുരാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ മുമ്പോട്ടുള്ളതായ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ പ്രത്യാശകൾ, നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതായ വലിയൊരു മറുപടിയാണ് ഈ ഞായറാഴ്ച ദിവസത്തിലൂടെ നമുക്ക് തരുന്നത്. മറ്റൊന്നുമല്ല, ഉയർപ്പ് അഥവാ കെന്ത എന്ന് അതിനെ വിളിക്കുന്നുണ്ട്. നോമ്പിലൂടെ, നിഷ്ഠയിലൂടെ, നോമനുഷ്ഠാനങ്ങളിലൂടെ എല്ലാം നമ്മുടെ ആത്മശരീര മനസ്സിനെ നാം പുതുക്കിക്കൊണ്ട് ഇവയുടെ അവസാനം, ഈ തീർത്ഥാടനം അവസാനിക്കുന്നതായ സമയത്ത് ഭക്തിയുടെയും യുക്തിയുടെയും അല്ലെങ്കിൽ ഈ വലിയ പെരുന്നാൾ ദിവസം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുള്ളവരായിത്തീരണം, ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കണമെന്നെല്ലാം പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിസായിലെമോർ ഗ്രിഗോറിയോസ് ഇപ്രകാരം പറയുന്നുണ്ട്: പകലിനേക്കാൾ പ്രജ്വലമായ ഒരു പ്രകാശത്തിന്റെ പെരുന്നാളാണ് ഈ ഉയർപ്പ് പെരുന്നാൾ. ശ്രദ്ധിക്കുക, പകലിനേക്കാൾ പ്രജ്വലമായ ഒരു പ്രകാശത്തിന്റെ പെരുന്നാളാണ് ഈ ഉയർപ്പ് പെരുന്നാൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ച് മണ്ണിലേക്ക് അടക്കപ്പെടുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ച ഒരു ചരിത്ര പുരുഷന്റെ ഒരു അനുഭവ ജീവിതമാണ്
ഒരുപക്ഷെ ഈ ദിനങ്ങളിലൂടെ എല്ലാം നമ്മൾ വായിച്ചു കേട്ടത്. 31 വയസ്സുകാലം നമ്മുടെ മുമ്പിൽ ജീവിച്ച് നമുക്ക് വേണ്ടി മരിക്കുന്നതായ ഒരു ചരിത്ര പുരുഷന്റെ ജീവിതം ഇന്ന് നാം പഠിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അത് അത്ര നിസ്സാരമായിട്ട് നമ്മൾ കാണേണ്ടതല്ല. എന്നാൽ ഇത് വെറും ഒരു അനുസ്മരണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. നമുക്കറിയാം, എല്ലാ വർഷവും ഇതുപോലെ തന്നെ 50 നോമ്പുണ്ട്, 3 നോമ്പുണ്ട്, 15 നോമ്പുണ്ട്, അങ്ങനെ ഒരുപാട് നോമ്പുകളുണ്ട്. ഒരുപാട് വിശുദ്ധന്മാരുടെ പെരുന്നാളുകളൊക്കെ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ ഈ കഷ്ടാനുഭവാഴ്ച ദിവസത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഉദ്ധാന പെരുന്നാൾ ദിവസം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടോ നിങ്ങളുടെ ബന്ധുമിത്രാദികളോടോ ചോദ്യം ചോദിക്കുകയാണ്, കഴിഞ്ഞ വലിയ വെള്ളിയാഴ്ച ദിവസം എന്താണ് സംഭവിച്ചത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം മറന്നുപോകുന്നതായ ഒരു സാഹചര്യമാണ്. എന്നാൽ ഇത് വെറും ഒരു അനുസ്മരണമായിട്ട്, വെറുമൊരു ഒരു കഥാപാത്രത്തെ അനുസ്മരിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇന്ന് പലപ്പോഴും ഇതിനെയൊക്കെ നാം കാണുന്നത്. എന്നാൽ അതെല്ലാം ഓരോ ഞായറാഴ്ച ദിവസത്തിലെ പ്രാർത്ഥനകളിലൂടെ, ആരാധനകളിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, യേശുതമ്പുരാന്റെ ജനനം മുതൽ മരണം വരെ നമ്മുടെ മുമ്പാകെ വരച്ചു കാണിക്കുമ്പോൾ, നമ്മുടെ മുമ്പാകെ തുറന്നു കാണിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ഉയർപ്പെന്ന് പറയുന്നത് ഈ ദിവസങ്ങളിലൂടെ എല്ലാം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുമെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അപ്രകാരം നാം അനുഭവിക്കണമെങ്കിൽ നാം എങ്ങനെയുള്ളവരായി തീരണം? ഞാനും നിങ്ങളും ഈ പുണ്യപ്പെട്ട ദേവാലയത്തിലേക്ക് ഓടിപ്പോകുവാൻ മനസ്സ് കാണിക്കുന്നവരായി തീരണം. പണ്ടുകാലങ്ങളിൽ കാർന്നോന്മാരൊരു ചൊല്ല് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: വീട്ടിലെ പണമെടുത്ത് ദേവാലയത്തിലെ പണത്തിന്റെ കൂടെ വീട്ടിലെ പണത്തിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിലെ പണം ദഹിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്, അല്ലെ? നമ്മുടെ കാർന്നോന്മാരൊക്കെ പറയുന്നതായ ഒരു വാക്കാണ്. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ സമയമെടുത്ത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന്റെ സമയത്തിന്റെ കൂടെ ഇട്ടാൽ നമ്മുടെ സ്വന്തം ആവശ്യമെല്ലാം, ആ സമയമെല്ലാം ദഹിച്ചു പോകുമെന്ന് പറയപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഓരോ മണിനാദം മുഴങ്ങുമ്പോഴും, ഓരോ കാഹളധ്വനികൾ കേൾക്കുമ്പോഴും, ഓരോ ഹാലേലൂയകളും സ്തുതിപ്പുകളും ഗീതങ്ങളും കേൾക്കുമ്പോഴെല്ലാം ഞാനും നിങ്ങളും ഓർത്തിരിക്കണം, യേശുതമ്പുരാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ഇടങ്ങളിൽ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ, നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ എന്നും ഉയർക്കും എന്നുള്ളതായ ആ ഒരു പൂർണ്ണമായ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, 1-2 കാര്യം ഓർമ്മപ്പെടുത്തി ഞാൻ പെട്ടെന്ന് വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഉയർപ്പിന്റെ സന്ദേശം എന്ന് പറയുന്നത് ജീവന്റെ സന്ദേശം തന്നെയാകുന്നു. ശ്രദ്ധിക്കുക, ഉയർപ്പിന്റെ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ സന്ദേശം തന്നെയാകുന്നു എന്ന് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവർ, ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല എന്ന് ഈ വചനം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവികമായ ചൈതന്യവും ദൈവികമായ ഓജസ്സും ദൈവികമായ സ്രോതസ്സും തേജസ്സും എല്ലാം തിരിച്ചു ലഭിക്കുന്നതായ ഒരു ഓർമ്മ ദിവസമാണ് ഈ പുനരുദ്ധാന പെരുന്നാൾ. ഒരു മനുഷ്യന്റെ ജനനം മുതൽ അവൻ നടന്നു നീങ്ങുന്നത് മറ്റെങ്ങോട്ടുമല്ല, അവൻ എപ്പോഴും മരണത്തിലേക്ക് തന്നെയായിരിക്കും നടന്നു നീങ്ങുന്നത്. അതുപോലെ തന്നെയാണ് മരണത്തിന് മുമ്പിൽ മറിഞ്ഞിരിക്കുന്നത് പലതും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതായ ഒരു പൂർണ്ണമായ ഉറച്ച വിശ്വാസത്തിൽ നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെല്ലാം എവിടെ വരെയാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ഈ ഉദ്ധാന പെരുന്നാളിന്റെ സന്ദേശം എന്ന് പറയുന്നത് വളരെ വലുതായിട്ടുള്ള സന്ദേശം തന്നെയാണ്. മരണമുള്ള മനുഷ്യന് മരണമല്ല, ജീവനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മരണമുള്ള മനുഷ്യന് മരണമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് അവന്റെ ജീവിതത്തിൽ ജീവനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെയാണ് നാം ആയിരിക്കുന്നതായ അവസ്ഥയിൽ യേശുതമ്പുരാൻ പറയുന്നതായ അതേ വേദഭാഗം തന്നെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെല്ലാം പരസ്പരം സ്നേഹിക്കണമെന്ന്. അതിനേക്കാൾ ഉപദേശം, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനമുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിൽ, നമ്മളൊക്കെ മരണത്തിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ആ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാനുള്ള മനസ്സ് കാണിക്കുമ്പോഴാണ് യേശുതമ്പുരാൻ ആ കാൽവരിയുടെ യാഗത്തിൽ ക്രൂശിൽ നമുക്ക് കാണിച്ചു തന്നതായ വഴികൾ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, വേദപുസ്തകത്തിന്റെ ചരിത്ര താളുകളെല്ലാം പഠിക്കുമ്പോൾ ബാബിലോണിയ പ്രവാസത്തിൽ കുരുതി കഴിക്കപ്പെട്ട എബ്രായ ജനങ്ങളുടെ ഉണങ്ങിയ അസ്ഥിയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ ഹസ്കേലിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്: മനുഷ്യ, ഈ അസ്ഥി എന്തെങ്കിലും ജീവിക്കുമോ? അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെയായിരുന്നു: ഉണങ്ങിയ അസ്ഥികളെ ഉയർപ്പിക്കുവാൻ കഴിവുള്ള ഒരു യേശുതമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അത് ഓർമ്മപ്പെടുത്തിയത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ഓർത്തിരിക്കണം,
നമ്മളെല്ലാം ഉണങ്ങിയ അസ്ഥികളായി ജീവിക്കുമ്പോൾ, നമ്മളെല്ലാം ഭാരത്തിന്റെ, സങ്കടത്തിന്റെ, വിഷമത്തിന്റെ, വേദനയുടെ അവസ്ഥയിലായിരിക്കുമ്പോൾ യേശുദമ്പുരാൻ പറയുന്നുണ്ട്, എന്റെ സമാധാനം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതായ ആ ഒരു വേദഭാഗം. രണ്ടാമതായിട്ട് ആശ്വാസത്തിന്റെ അരുളപ്പാടാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ആശ്വാസത്തിന്റെ അരുളപ്പാടെന്ന് പറയുന്നത് ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ഇതാണ് ഏറ്റവും വലിയ ഈ ഉദ്ധാന പെരുന്നാളിന്റെ സന്ദേശമെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച ദിവസത്തിന്റെ ഭീകരമായ ചിത്രങ്ങളും ദുഃഖവെള്ളിയാഴ്ച ദിവസത്തിന്റെ ഭയാനകമായ സംഭവങ്ങളെല്ലാം മനസ്സിൽ കിടന്ന് അലയടിക്കുമ്പോൾ, മനസ്സിൽ കിടന്ന് വേദനിക്കുമ്പോൾ, മനസ്സിൽ കിടന്ന് തികട്ടിക്കയറുമ്പോൾ, രക്തത്തുള്ളികൾ പോലെ, ചോരത്തുള്ളികൾ പോലെ ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ നൊമ്പരമായി കിടക്കുമ്പോൾ, ഈ ദിവസം ഉദ്ധാന പെരുന്നാളിൽ യേശുദമ്പുരാൻ അതാ ഉയർത്തെഴുന്നേറ്റ് പറയുന്നുണ്ട്, നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുകയാണ്. കലങ്ങി മറിഞ്ഞ കണ്ണുമായി, വേദനിക്കുന്ന മനസ്സുമായി, നൊമ്പരപ്പെടുന്ന ഹൃദയവുമായി മഗ്ദലമറിയം അതാ കബറിങ്കിലേക്ക് ഓടിയെടുക്കുമ്പോൾ 2 വസ്ത്രധാരികൾ അവിടെ നിൽക്കുന്നതായ സംഭവം കാണുന്നുണ്ട്. എന്റെ കർത്താവിനെ അവരെവിടെ വെച്ചു? ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ചോദ്യം ഇന്ന് പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായ സമയം അടുത്തു വന്നിരിക്കുകയാണ്. എന്റെ കർത്താവിനെ എവിടെ വെച്ചിരിക്കുന്നത്? എന്റെ കർത്താവിനെ ഞാൻ എവിടെ വെച്ചിരിക്കുന്നത്? എന്റെ കർത്താവ് എവിടെയാണ് ഇരിക്കുന്നത്? എന്റെ കർത്താവ് എവിടെയാണ് ഇന്ന് ഉയർത്തെഴുന്നേറ്റത്? നമ്മുടെ ഹൃദയങ്ങളിലാണോ, നമ്മുടെ മനസ്സിലാണോ, നമ്മുടെ കുടുംബങ്ങളിലാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഞാനും നിങ്ങളും ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് ഈ ഉദ്ധാന പെരുന്നാളിന്റെ ശുശ്രൂഷയിലെല്ലാം പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ, യേശുദമ്പുരാൻ വസിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുമ്പോൾ, ഇന്നത്തെ വചനസന്ധ്യയിൽ നിന്ന് ഞാൻ വിരമിക്കുമ്പോൾ, നമ്മുടെ മുമ്പിൽ ഇന്ന് യേശുദമ്പുരാൻ പ്രത്യക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഹൃദയങ്ങളിൽ യേശുദമ്പുരാൻ ഉയർത്തെഴുന്നേൽക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ എന്റെ കർത്താവിനെ കണ്ടു എന്നുള്ളതായ ആ തിരുവചനം ഇന്ന് ഹൃദയത്തിൽ ധ്യാനിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ഈ വചന കേൾവികളെല്ലാം പൂർണ്ണതയിൽ എത്തിച്ചേരുകയുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരിക്കൽ കൂടി പുനരുദ്ധാന പെരുന്നാളിന്റെ എല്ലാ ആശംസകളും നേരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി ചേർത്ത് വെക്കണം ആ സമാധാനം, ആ സ്നേഹം, കാൽവരിയിൽ കാണിച്ചു തന്നതായ ആ കുറവില്ലാത്ത ആ ശക്തിയുള്ള സ്നേഹവും. പ്രിയമുള്ളവരെ, ഉദ്ധാന പെരുന്നാൾ നമുക്ക് നൽകുന്നതായ സന്ദേശം നമ്മുടെ സമാധാനവും അത് കെട്ടുപോകാതെ, നശിച്ചു പോകാതെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ആ പൊന്നുതമ്പുരാനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വിളിച്ചു വരുത്തി നമ്മുടെ ഹൃദയത്തിൽ ഉയർപ്പിക്കുവാനുള്ളതായ മനസ്സ് കാണിക്കുമ്പോഴാണ് നമ്മുടെ പുനരുദ്ധാന പെരുന്നാളിന് പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ എന്നുള്ള കാര്യം മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.